ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പരമാധ്യക്ഷൻ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപ്പൊലീത്തയുടെ ഭൗതിക ശരീരം അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. സംസ്കാര ചടങ്ങുകൾ തിരുവല്ല കുറ്റപ്പുഴയിലെ സഭാ ആസ്ഥാനത്ത് നടത്താനും തീരുമാനം. സംസ്കാര ശുശ്രൂഷയുടെ ദിവസവും സമയവും ഇന്ന് വൈകിട്ട് ചേരുന്ന എപ്പിസ്കോപ്പൽ സിനഡിൽ തീരുമാനമാകും. അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപ്പൊലീത്തയുടെ ഭൗതിക ശരീരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. സംസ്കാര ചടങ്ങുകൾ തിരുവല്ലയിൽ വെച്ച് നടത്താനാണ് ധാരണ. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്ന് സഭാസ്ഥാനത്ത് ചേരുന്ന എപ്പിസ്കോപ്പൽ സിനഡിൽ കൈക്കൊള്ളും. അവൈലബിൾ ആയിട്ടുള്ള തിരുമേനിമാരെ വെച്ചുകൊണ്ടുള്ള ഇമ്മീഡിയറ്റ് പരിശുദ്ധ സിനഡ് കൗൺസിൽ ചേരുന്നതായിരിക്കും. അതിനുശേഷമാണ് ഇതിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും സംബന്ധിച്ചുള്ള തീരുമാനങ്ങളുണ്ടാവുക. മെത്രാപ്പൊലീത്തയുടെ ആകസ്മികമായ വിടവാങ്ങലിൻ്റെ ഞെട്ടലിലാണ് സഭാവിശ്വാസികൾ. സഭ ഇതുവരെ ആ ഒരു ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ഞങ്ങൾക്ക് ഇതുവരെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത്. ഞങ്ങളുടെ പിതാവിനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആ ഒരു വലിയ മരത്തിൻ്റെ തണലിലാണ് ഞങ്ങളെല്ലാം ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു വലിയ ഷോക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് വാസ്തവം. അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുന്ന മുമ്പ് മെത്രാപ്പൊലീത്ത സഭാസ്ഥാനത്ത് എത്തിയിരുന്നു. അന്ന് സഭാധ്യക്ഷൻ പറഞ്ഞ വാക്കുകൾ ഏറെ വേദനയോടെയാണ് സഭാ വക്താവായ ഫാദർ സിജോ പന്തപ്പള്ളിയിൽ ഓർത്തെടുക്കുന്നത്. അത് ഞങ്ങളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം തിരുമേനി ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ചുപേരെ വിളിച്ച് കത്തീഡ്രൽ പള്ളിയുടെ സമയം കൊണ്ടുപോയി എന്നെ അടക്കേണ്ടത് ഇവിടെ ആയിരിക്കുമെന്നുള്ളതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തിരുമേനി ഇതെന്തോ മുന്നമേ കണ്ടതെന്ന് പോലെ ഞങ്ങൾക്ക് തോന്നുകയാണ്. അങ്ങനെ സാധാരണ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്രാവശ്യം ചെയ്തിട്ടാണ് തിരുമേനി ഈ 5 ദിവസം മുമ്പ് കടന്നുപോയത്. രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ സഭാസ്ഥാനത്തെത്തി വിശ്വാസികളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.